ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫോട്ടോ പ്രിൻറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. റെസിപ്പിയല്ല, ഫോട്ടോ പ്രിൻറ്റ് വെക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് പല ഡൗട്ടുകളും ഉണ്ടായിരിക്കും, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ കരുതിയിട്ടാണ്. നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇത് വന്നിട്ട് 4 kg വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫില്ലിങ്സ് ആയിട്ട് നമ്മൾ ഉള്ളിൽ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. മുന്നത്തെ എൻ്റെ വീഡിയോസ് കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഞാൻ പഴയ വീഡിയോസിലെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. സ്ട്രോബെറി ക്രഷും അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റും അതുപോലെ തന്നെ ഇതിൽ ഞാൻ ഒരു ലെയറിൽ വെരിബെറി ക്രഷാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രഷാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വെരിബെറി എന്ന് പറയുമ്പോൾ ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ വെഡ്ഡിങ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ സ്പൈസർ വെച്ചിട്ടുള്ള കേക്കിൻ്റെ താഴത്തെ ലെയറിൽ നമ്മൾ വെരിബെറിൻ്റെ ക്രഷ് വെച്ചിട്ടുള്ള കേക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ക്രഷ് ഞാൻ ഇതിലും കൊടുത്തിരുന്നുള്ളൂ. എന്നിട്ട് ഇതാ ഫൈനൽ നമ്മൾ ആദ്യം ക്രം കോട്ട് ചെയ്തിട്ട് നന്നായിട്ട് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇത്രയും വലിയ കേക്കൊക്കെ ആകുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഫ്രിഡ്ജിലൊരു അരമണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം കേട്ടോ ഞാനിപ്പോൾ ഇത് പുറത്തെടുത്തിട്ട് ഫൈനൽ കോട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും ഫോട്ടോ പ്രിൻറ്റ് കേക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കേക്ക് തലേ ദിവസം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ പ്രിൻറ്റ് വെക്കുന്നത് ഈസി ആയിരിക്കും. പിന്നെ പെട്ടെന്നുള്ള ഓർഡേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ അത് റെഡിയാക്കി വെച്ച് കൊടുക്കേണ്ടി വരും. എങ്കിൽ കൂടി നമ്മൾക്ക് നേരത്തെ മുൻകൂട്ടി ഓർഡർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് തലേ ദിവസം നന്നായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരുവിധം ഫിനിഷ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫോട്ടോ ഇതുപോലെയാണ് പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞാൽ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നത്. നമുക്ക് അവർ ഒരു പ്ലാസ്റ്റിക് ഇതുപോലത്തെ ഒരു കവറിലായിട്ട് ലോക്ക് ചെയ്തിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇപ്പോൾ എനിക്ക് നാളേക്കാണ് ഈ ഒരു കേക്ക് ഉള്ളതെങ്കിലും ഞാൻ തലേ ദിവസം തന്നെ ഈ ഒരു പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ എടുത്ത് വെച്ചു എന്ന് കരുതിയിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇത് നമ്മൾ ഒന്നും ചെയ്യാതിരുന്നാൽ മതി. ഫ്രീസറിലോ ഫ്രിഡ്ജിലോ എവിടെയും കൊണ്ടുവെക്കണ്ട, പുറത്ത് തന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു സൈസ് പറഞ്ഞു കൊടുക്കണം. നമ്മൾ കേക്ക് ഉണ്ടാക്കിയ ആ ഒരു സൈസ് ഉണ്ടല്ലോ, ആ ഒരു അളവാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. പക്ഷേ ഇത് A4 ഷീറ്റിൽ, ഈ ഒരു A4 ഷീറ്റിലാണ് കിട്ടില്ല. അപ്പം ഇതിൻ്റെ ചെറുത് വേണമെങ്കിൽ ഇപ്പോൾ 1/2 kg ആണെങ്കിലും 1 kg ആണെങ്കിലും നമ്മൾ കേക്ക് ടിന്നി ഉണ്ടല്ലോ, ആ ഒരു അളവിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇനി വന്നിട്ട് ഇതാണ് നമ്മൾ നെയിം സ്ലിപ്പ് പോലെ ഇത് ഈസി ആയിട്ട് നമുക്ക് പറിച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ. അപ്പോൾ ഞാൻ ആവശ്യമില്ലാത്ത ബാക്കി വൈറ്റ് പോർഷൻ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതുപോലെ വൈറ്റ് പോർഷൻ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതാ ഇത് കേക്കിലേക്ക് എവിടെയാണോ നമുക്ക് പ്ലേസ് ചെയ്യേണ്ടത് അവിടേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയും വലിയ ഫോട്ടോ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ കയ്യിൽ പിടിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല സൂക്ഷിച്ചിട്ട് വെച്ചതിന് ശേഷം പിന്നെ എടുത്തിട്ട് അത് തിരിച്ചൊട്ടിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ വെക്കുമ്പോൾ നല്ല സൂക്ഷിച്ചിട്ട് എവിടെയാണോ വെക്കേണ്ടത് അവിടെ വെച്ചതിന് ശേഷം നന്നായിട്ട് ഒന്ന് കൈ വെച്ചിട്ട് ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്നാകെ പിടിച്ച് അമർത്തേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും, അത് വല്ല ഹോളായിട്ട് ബബിൾസ് പോലെ ഇങ്ങനെ പൊങ്ങിയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാ ഭാഗത്തേക്കും ഒട്ടുന്ന രീതിയിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോട്ടോ പ്രിൻറ്റിന് തന്നെ എനിക്കും തന്നെ പണി കിട്ടാറുണ്ട്. കാരണം ചില ടൈമിൽ നമ്മൾക്ക് ഇതിനേക്കാളും ക്വാളിറ്റി കുറഞ്ഞ ഫോട്ടോ പ്രിൻറ്റ് അവർ തരാറുണ്ട്. അപ്പോൾ നമ്മൾക്കും ഇതുപോലെ എടുക്കുന്ന ടൈമിൽ കിട്ടാതെ വരാറൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി വരുന്ന പോർഷൻസൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 പൈപ്പിംഗ് കവറിലാക്കിയിട്ട് നൂർ N1 നോസിൽ, ഒന്ന് N1 ആണ്, അതുപോലെ തന്നെ ഒന്ന് 1M എന്നുള്ള നോസിലാണ്. രണ്ടും റോസറ്റ വരക്കുന്ന നോസിലാണ്. അപ്പോൾ രണ്ടിലും നോസിൽ ഇട്ടതിൻ്റെ ശേഷം ഞാൻ ഡബിൾ കളറിലാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. അഥവാ നമ്മൾ ഫോട്ടോയിൽ കാണുന്നത് ആ ഒരു ഡ്രസ്സിൻ്റെ കളർ തന്നെയാണ് ഞാൻ ഈ ഒരു കേക്കിലേക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കസ്റ്റമർ പ്രത്യേകിച്ച് കളറൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾക്ക് ഇതുപോലെ നമ്മളെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അധികം ഇങ്ങനെ ആ ഫോട്ടോയിൽ ഏത് കളറാണോ മാച്ചായിട്ട് നിൽക്കുന്നത് അതിനോട് ഇതാക്കിയിട്ടാണ് ഞാൻ ക്രീം എടുക്കാറുള്ളത്. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് ആണ്. കുട്ടീൻ്റെ ഷർട്ട് ബ്ലാക്ക് കളറാണ്, പക്ഷേ ഞാൻ ബ്ലാക്ക് എടുത്താലും അത് ഗ്രേ കളറിലാണ് കേട്ടോ. മാജിക്കിൻ്റെ കളേഴ്സിൽ ബ്ലാക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു ഗ്രേ കളറിലാണ് കിട്ടുക. പിന്നെ വന്നിട്ട് മാജിക് കളേഴ്സിൽ തന്നെ ഞാൻ ബ്രൗൺ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടാവും, ഫോട്ടോ പ്രിൻറ്റ് നമ്മൾക്ക് എത്ര നേരത്തെ നമ്മൾക്ക് കേക്ക് ഡെലിവറി ചെയ്യണ എത്ര നേരത്തെ ഇത് കേക്കിലേക്ക് വെച്ച് കൊടുക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മാക്സിമം നമ്മൾ കേക്ക് ഡെലിവറി ചെയ്യുന്ന ഒരു അരമണിക്കൂർ മുന്നേക്ക് ഒന്ന് ജസ്റ്റ് അതിലേക്ക് വെച്ചിട്ട് ഈ ഒരു ഡെക്കറേഷൻ ചെയ്തിട്ട് നമുക്ക് അവർക്ക് കൊടുത്താൽ മതി. പിന്നെ ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്നുള്ള ആ ഒരു ഈർപ്പം തട്ടിയിട്ട് ഫോട്ടോയിൽ ഇങ്ങനെ ഒരു വെള്ളത്തുള്ളി നിൽക്കുന്ന പോലെ ഉണ്ടാവും. നമ്മൾ ഫോണ്ടൻറ്റ് കേക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഫ്രിഡ്ജിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. പിന്നെ ഒരുപാട് നേരമൊന്നും ഇനി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോക്സിലാക്കിയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഇത്രയും വലിയ കേക്കൊന്നും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ എൻ്റെ ഈ ഒരു കേക്ക് കൊള്ളും, പക്ഷേ നമ്മൾ ബോക്സ് അടക്കം വെക്കുമ്പോൾ അത് സ്പേസ് ഉണ്ടാവില്ല, ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് ഇത് തുറന്ന് തന്നെ വെക്കേണ്ടി വരും.
ഈ ഒരു കേക്ക് ഞാനിപ്പോൾ ഒരു 11 മണിക്ക് ഡെക്കറേഷൻ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് ഇതുപോലെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. 1 മണിക്കാണ് നമ്മൾ കേക്ക് കൊണ്ടുപോകുന്നത്. അതിനൊന്നും പ്രശ്നമില്ല കേട്ടോ. 2 മണിക്കൂർ അങ്ങനെ ഇരുന്നെന്ന് കരുതിയിട്ടൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ അവർ കൊണ്ടുപോയ ആ ഒരു ടൈമിൽ തന്നെ അവരത് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. വീണ്ടും അത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയും വീണ്ടും എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കളർ ഫോട്ടോ പ്രിൻ്റ് അല്ലേ, അതിൻ്റെ കളർ ഒന്ന് ഡിമ്മാവും. അത് കേക്കിലേക്ക് ഇങ്ങനെ അലിഞ്ഞ് ചേരും. അത്രേ പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളൂ. പിന്നെ നമ്മൾക്കും ഈ ഒരു കേക്ക് നോക്കിയിരിക്കില്ലല്ലോ പണി, നമുക്ക് വേറെ ഒരുപാട് ജോലികളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അർജൻറ്റായിട്ട് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫോട്ടോ പ്രിൻറ്റ് വെച്ചിട്ട് ഞാൻ കാലത്ത് 11 മണിക്ക് കേക്കിൽ വെച്ചിട്ട് അത് വൈകിട്ട് 7 മണിക്കാണ് അവർ കൊണ്ടുപോകുന്നത്. പക്ഷേ ഞാൻ തിരിച്ച് വന്ന് നോക്കുമ്പോൾ എൻ്റെ കേക്കിന് യാതൊരു കുഴപ്പമുണ്ടായിട്ടില്ല കേട്ടോ. അതൊരു 1.5 കിലോൻ്റെ കേക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ കേക്ക് തലേ ദിവസം സെറ്റ് ചെയ്തു. കാലത്ത് ഞാൻ ഫോട്ടോ പ്രിൻറ്റ് വെച്ചു. എന്നിട്ട് ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച ടൈമിൽ ഫ്രിഡ്ജിൻ്റെ കൂളൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മാക്സിമം കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം തലേ ദിവസം നന്നായിട്ട് സെറ്റായ കേക്കാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ കുറച്ച് വെച്ച് നിന്നിട്ട് ഒരു പ്രശ്നവും വരില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ച് 6 മണിക്ക് വീട്ടിലെത്തിയിട്ട് ഞാൻ നോക്കുമ്പോഴും കേക്കുമ്പോൾ ഫോട്ടോ പ്രിൻറ്റിന് യാതൊരു അനക്കവും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതും നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ടെൻഷനൊന്നും വേണ്ട. അങ്ങനെ ഒരുപാട് നേരം ഫ്രിഡ്ജിൽ വെച്ചു എന്ന് കരുതിയിട്ട് ഫോട്ടോ പ്രിൻറ്റിന് കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടാവില്ല. ഇതുപോലെ നല്ല കട്ടിയുള്ള ഒരു പ്രിൻ്റ് ആണെന്നുണ്ടെങ്കിൽ, മറ്റേ ലോക്കൽ പ്രിൻ്റൊക്കെ ഉണ്ട്, പ്രിൻ്റ് തന്നെ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അവർ ഷോപ്പേരോട് പ്രത്യേകിച്ച് പറയുക അത്യാവശ്യം നല്ല കട്ടിയുള്ളത് തരാനായിട്ട്. മറ്റേത് പൊടിഞ്ഞു പോകുന്ന ടൈപ്പ് 2 ടൈപ്പിൽ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചെറിയ ഒരു റോസഡ നോസിൽ വെച്ചിട്ട് തന്നെ നോസിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ താഴെ ബോർഡർ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫോട്ടോ പ്രിൻറ്റ് വെക്കുമ്പോൾ കേക്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഇനി ഞങ്ങൾ ഫാമിലിയായിട്ട് ഒന്ന് പുറത്ത് പോയിട്ടുള്ള കുറച്ച് വീഡിയോസാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഒരു വീഡിയോ ഭാഗം കണ്ടാൽ മതി, ബാക്കിയുള്ളവർക്ക് സ്കിപ്പ് ചെയ്തിട്ട് പോകാം കേട്ടോ. ഇത് കുറേ മുന്നേ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പോൾ അടുത്ത് പോയതൊന്നുമല്ല, ജനുവരിയിൽ പോയിട്ടുള്ളതാണ് കേട്ടോ. ആ ഒരു ടൈമിലാണ് നമ്മൾ മൂന്നാറിലേക്കാണ് കേട്ടോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ പേര് നമ്മളെ സ്റ്റാറ്റസൊക്കെ കാണുന്ന ടൈമിൽ ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഷോർട്ടാക്കിയിട്ട് സ്റ്റാറ്റസൊക്കെ ഇടുമല്ലോ, ആ ടൈമിൽ ചോദിക്കാറുണ്ട്. കുറേ ഹോം ബേക്കേഴ്സാട്ടോ ചോദിക്കാറ്. ചിലവരൊക്കെ അല്ലെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സൊക്കെ ചില ആളുകളൊക്കെ എൻ്റെ നമ്പർ സേവ് ആക്കിയവരുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ചോദിക്കും, എന്താണ് നിങ്ങളിങ്ങനെ പോകുന്ന ടൈമിൽ കേക്ക് ഓർഡർ എന്താ ചെയ്യുക, ഇപ്പോൾ കേക്ക് ഓർഡർ ഇല്ലേ, അപ്പോൾ പുറത്ത് പോയാൽ കേക്ക് ഓർഡർ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മൾ കാലത്താണ് കേട്ടോ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ പോണ വഴിയിലാണ് ഈ ഒരു വണ്ടർല എന്നുള്ള ഒരു ബോർഡ് കണ്ടപ്പോൾ നമ്മൾ ഇറങ്ങി നോക്കിയതാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് അധികം കാര്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ സംഭവങ്ങളൊന്നും ഇല്ല. പിന്നെ നല്ല റൈറ്റും ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട്. പക്ഷേ നമ്മൾ റിസോർട്ട് എടുത്തിട്ടുണ്ട്. അവിടെ നമ്മളൊരു 3 മണിക്ക് എത്താമെന്നുള്ളത് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് ലക്ഷ്യം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോണത്. അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള ആ ഒരു റിസോർട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റിസോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ടാവും, എന്താ പറയുക, സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള. അപ്പോൾ ഇതിൽ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളടുത്ത് ആദ്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം. നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ വീട്ടിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുക എന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഇത് ഡിസംബർ കഴിഞ്ഞിട്ട്, കാരണം ക്രിസ്മസ് വെക്കേഷനൊന്നും നമ്മൾ പുറത്തോ കാര്യങ്ങൾ എവിടേക്കും പോയിട്ടില്ല. കാരണം അറിയാൻ പറ്റുമല്ലോ, ഹോം ബേക്കർ ആകുമ്പം വെക്കേഷൻ ആ ഒരു ടൈമിലും ചിലപ്പം നമ്മളെ സീസൺ ടൈം അതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കേക്ക് ഓർഡറൊക്കെ വിട്ടിട്ട് പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ടൈം ചൂസ് ചെയ്യാറില്ല. നമുക്ക് തിരക്കുള്ള ആ ഒരു ടൈമൊക്കെ നമ്മൾ മാക്സിമം അതെല്ലാം ജോലിയെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾക്ക് എപ്പോഴാണോ ഫ്രീ ആയിട്ടുണ്ടാവുക ആ ഒരു ടൈമിലാണ് നമ്മളൊന്ന് പുറത്ത് പോകാനൊക്കെ നോക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ ഓർഡേഴ്സ് ഇല്ലാത്ത ഒരു ടൈമാണ് നമ്മൾ ഇങ്ങനത്തെ പുറത്ത് പോകാനൊക്കെ ചൂസ് ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു ടൈമിൽ വന്നു കഴിഞ്ഞാലും നമ്മൾക്ക് ഇതേപോലെ ഓർഡറൊക്കെ വരാറുണ്ട്. അപ്പം നമ്മളെ തൊട്ടടുത്തുള്ള ഹോം ബേക്കേഴ്സിനെ ഏൽപ്പിക്കും. ചിലത് നമ്മൾ എടുക്കാറില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അവരെ ഏൽപ്പിച്ച് കൊടുത്താലും ഇവർ ചിലപ്പോൾ നമ്മളെ കസ്റ്റമർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, കേക്ക് റെഡിയായോ നമ്മൾ വാങ്ങാൻ വരട്ടെ എന്നുള്ളതിന് നമ്മളെ തന്നെ കോൺടാക്ട് ചെയ്തുകൊണ്ട്, പിന്നെ എന്തെങ്കിലും അഭിപ്രായം ചേഞ്ചുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവർ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് വേണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ചില ഓർഡേഴ്സ് ഒന്നും നമ്മൾ സ്ഥലത്തില്ല, അതുകൊണ്ട് എടുക്കുന്നില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് എത്തൂ, അങ്ങനത്തെ ഒക്കെ പറയാറുണ്ട് കേട്ടോ. മാക്സിമം നമ്മളൊരു യാത്ര പോകുന്നത് നമുക്ക് മനസ്സൊക്കെ ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഈ ഒരു കേക്ക് ഓർഡറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് പോയ ഒരു യാത്ര ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ ആ ഓർഡർ ഒന്നും എടുക്കണില്ല എന്നുള്ള ഒരു ഒറ്റ വാക്കിൽ അവിടെ നിർത്തി വെക്കുകയുള്ളൂ. പിന്നെ നമ്മൾ സ്റ്റാറ്റസ് കാണുമ്പോൾ നമ്മൾ കുറേ അറിയുന്ന കസ്റ്റമറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും നമ്മൾ ഇവിടെ ഇല്ല എന്നുള്ളത്. അപ്പോൾ പറഞ്ഞ് പിറ്റത്തെ ദിവസം മോർണിംഗ് ആയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വെക്കേറ്റ് ആവട്ടോ. അപ്പോൾ നല്ല പൂരി, അതുപോലെ തന്നെ ബ്രെഡ്, ബട്ടർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പൂരി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കൂടെയുള്ള കറി നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും അടിപൊളിയായിരുന്നു. തലേ ദിവസം നമ്മൾക്ക് ചിക്കൻ ഗ്രിൽ അതൊക്കെ നമ്മൾ പേ ചെയ്തതായിരുന്നു. ഇതവിടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് കേട്ടോ. നമ്മൾ റൂം എടുക്കുന്നതിൻ്റെ കൂടെ ഉള്ളതാണ്. ഇനി ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് പോകുന്നത് നമ്മൾ നേരെ ഇരവികുളം നാഷണൽ പാർക്കിലോട്ടാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് കാറിൽ പോയിട്ട് അവിടുന്ന് പിന്നെ നമ്മൾ ബസ്സിലാണ് യാത്ര.
ബസ്സിൽ നമ്മൾ ആ ഒരു കുന്നും ഇതെല്ലാം കയറിയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ കാറിൽ പോകാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും നല്ല പേടി തോന്നുന്നുണ്ട് കേട്ടോ. ഒന്നിങ്ങോട്ട് ചെരിഞ്ഞാൽ വീണ് പോകുമെന്ന് പറഞ്ഞാൽ അതേ ഒരു റൂട്ടായിരുന്നു. നിറയെ ആളുകളുണ്ട് ബസ്സിൽ. അങ്ങനെ നമ്മൾ അവിടെ നിർത്തി. പിന്നെ അതാ അവിടെ നിന്ന് അങ്ങോട്ട് കയറി മേലോട്ട് പോകണം. ഈ കുന്ന് ഒക്കെ നമുക്ക് കയറാനുള്ളതാണ് കേട്ടോ. കുന്നല്ല, മലയാണോ കുന്നാണോ എന്താണാവോ, അതങ്ങനെ കയറി പോവാണ്. നല്ല വെയിലുണ്ട്. അതുപോലെ തന്നെ ബോട്ടിലൊന്നും കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവിടെ തന്നെ നല്ല വാട്ടറെല്ലാം കുടിക്കാൻ വഴിയിൽ അരുവിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോയി. പിന്നെ കയറിനനുസരിച്ച് നല്ല കിതപ്പുണ്ടായിരുന്നു. നമ്മൾക്ക് ഏറ്റവും ടോപ്പിൽ പോയിട്ട് അവിടെ കുറേ ആടുകളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കയറ്റി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അവിടെ പോയപ്പോഴുള്ള അവസ്ഥ നിങ്ങളൊന്ന് കാണണം. എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ആടുകൾ അധികമൊന്നും കണ്ടില്ല. അവിടെ ഏറ്റവും വലിയൊരു നല്ലൊരു ആടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അധികം ആടിനെന്താ ഇതാണ് സംഭവങ്ങൾ. പക്ഷേ ഇതിൻ്റെ ഡെലിവറി ടൈം ആയത് കാരണം ഇത് ഒരുപാടെണ്ണം അടുന്ന് അതിനെ മാറ്റിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ എണ്ണത്തിനെ ഒരുമിച്ച് കാണാനായിട്ട് പറ്റില്ല. ഇക്ക പോയ ടൈമിൽ ഇക്ക ഒറ്റയ്ക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു ടൈമിൽ ഒരുപാടെണ്ണം കണ്ടിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫോട്ടോസൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ നമ്മൾ കയറിയ ടൈമിൽ ഒരുപാടെണ്ണത്തിനെ ഒരുമിച്ച് കാണാനായിട്ട് പറ്റില്ല. അവിടെ ഇവിടെയും ഓരോന്ന് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതാണ് കേട്ടോ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനെ കയറി വരുമ്പോഴുള്ള ഈ കാഴ്ചയും അതുപോലെ തന്നെ നമുക്ക് വെയിലാണെങ്കിലും ആ ഒരു ക്ഷീണമൊന്നും തോന്നുന്നില്ല കേട്ടോ. നല്ല കണ്ട് എന്താ പറയുക, പ്രകൃതിയോട് ഇഷ്ടം തോന്നുന്നവർക്ക്, ആസ്വദിക്കുന്നവർക്കൊക്കെ ഇതുപോലെ നടന്നിട്ടുള്ള കാഴ്ചകൾ ഇഷ്ടപ്പെടും. പിന്നെ നടക്കാനുള്ളൊരു ഇതും കൂടി വേണം, കരുത്തും കൂടി വേണം കേട്ടോ. എങ്കിലേ നമുക്കിങ്ങനെ, അപ്പോൾ എല്ലാവരും ഇതേപോലെ നടന്ന് ഇങ്ങനെ പോവുകയാണ് കേട്ടോ കാണാനായിട്ട്. അങ്ങനെ അതിൻ്റെ മുകളിൽ ടോപ്പിലെത്തിയതിന് ശേഷം നമ്മൾ പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും അവിടുന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് അതിന് ശേഷം പിന്നെ താഴോട്ട് ഇറങ്ങി. അപ്പോഴേക്കും നമ്മൾ അതേപോലെ തന്നെ തിരിച്ച് വന്ന പോലെ തന്നെ ബസ്സിലാണ് കേട്ടോ തിരിച്ച് അങ്ങോട്ട് തന്നെ പോണേ. പക്ഷെ അതിൻ്റെ മുന്നായിട്ട് അവിടെ ചെറിയൊരു പാർക്ക് എന്ന് പറഞ്ഞിട്ട്, പാർക്ക് എന്ന് വെച്ചാൽ ഒരു പുരാതന വസ്തുക്കളുടെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവിടെ ചെറിയൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് കയറി പെട്ടെന്ന് കണ്ടിറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ തിരിച്ച് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാനായിട്ട്. പിന്നെ ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ആദ്യം നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.